ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലയോ? ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടേക്കണേ. ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ മാങ്ങ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ഒരുപാട് കട്ടിയും ഇല്ല, എന്നാൽ ഒരുപാട് കട്ടി കുറച്ചുമല്ല അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊന്ന് അരിഞ്ഞെടുത്ത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് അരിഞ്ഞ് അച്ചാറിട്ട് നോക്കുക. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ ഈ അരിഞ്ഞ മാങ്ങ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ വലിയ ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതല്ലയോ മുറം, അതിലിട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. മാങ്ങ നന്നായി നിരത്തി കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് ചതച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ ഇതുപോലെ എല്ലാ മാങ്ങയിലും ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കടുകൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാനൊരു 2 മണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും ഈ മാങ്ങയിലെ ആ ചെറിയ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇതുപോലെ മാങ്ങ ഉണക്കിയതിന് ശേഷം അച്ചാർ ഇടുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് വെളിയിൽ തന്നെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ 2 മണിക്കൂർ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. നമ്മൾ ഈ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയത് കൊണ്ട് മാങ്ങയിൽ ചെറിയൊരു വെള്ളമയമൊക്കെ ഉണ്ടാകും. നമ്മളിങ്ങനെ ഉണക്കിയെടുക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇപ്പോൾ കണ്ടോ, നല്ലതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഒരുപാട് സമയമായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ട, 2 മണിക്കൂർ തന്നെ മതിയാകും. അതിനുശേഷം ഞാനൊരു ബൗളിലേക്ക് ഈ മാങ്ങ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. അതല്ല വെളിച്ചെണ്ണയോ അതല്ല വേറെ ഏതെണ്ണയാണോ ഉള്ളത് അത് ഒഴിച്ച് കൊടുക്കുക. അല്പം എണ്ണ കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് ഏറെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ഏത് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ കളറൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരും. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി പറയാനായിട്ട്. അതായത് മാങ്ങയുടെ തൊലി ഒന്നും കളയേണ്ട കാര്യമില്ല. ഞാൻ മാങ്ങയുടെ തൊലി കളയാതാണ് അരിഞ്ഞെടുത്തിരുന്നത്. പിന്നെ കട്ടിയുള്ള തൊലിയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കളയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വെളുത്തുള്ളിയുടെയൊക്കെ ആ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഒരുപാട് ആ വെളുത്തുള്ളിയൊക്കെ ചുമന്ന് ആ ഒരു കളറാകത്തില്ല, അത്രയും ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ലൈറ്റായിട്ടൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ എരിവുള്ളതാണ്, അതുകൊണ്ട് 1 ടീസ്പൂൺ അളവിലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറി കിട്ടുന്നതിന് വേണ്ടി ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു അച്ചാർ തയ്യാറാക്കുമ്പോൾ ഞാനിതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ ഉപ്പ് അല്പം മുന്നോട്ട് നിൽക്കണം. ആദ്യം കുറച്ച് ഉപ്പ് നമ്മൾ മാങ്ങ ഉണക്കിയപ്പോൾ ചേർത്ത് കൊടുത്തായിരുന്നു.
ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ മാങ്ങയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മാങ്ങ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ അത് നന്നായിട്ട് സോഫ്റ്റായി കിട്ടിക്കോളും. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഈ മാങ്ങയിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഈ ഒരു അച്ചാർ തയ്യാറാക്കാനായിട്ട്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല അച്ചാറാണ്. കുറച്ച് ദിവസം നമുക്ക് കേടുകൂടാതെ വെളിയിൽ വെക്കാം. അതല്ല ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ നമുക്ക് 1 മാസം വരെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്